മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും USS സ്കോളർഷിപ്പിൻ്റെ രണ്ടാമത്തെ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ ഈസ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. ദ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള. കേരളത്തിൻ്റെ ബട്ടർഫ്ലൈ ഏതാണ്? ബുദ്ധമയൂരി. ഐഡൻറ്റിഫൈ ദ സെൽ സീൻ ഇൻ ഹ്യൂമൻസ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു സെല്ലിൻ്റെ ചിത്രമാണ്, ഒരു കോശത്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അത് മനുഷ്യ ശരീരത്തിലെ ഏത് സെല്ലിൻ്റെ ചിത്രമാണ്? ന്യൂറോൺ. ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റ് ഈസ് മാക്സിമം അറ്റ് പോൾസ്. ഒരു കാന്തത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ എവിടെയാണ്? അതിൻ്റെ പോൾസിലാണ്, ധ്രുവങ്ങളിലാണ്. വിച്ച് കമ്പോണൻറ്റ് ഇൻ ഇൻഹെയിൽഡ് ആൻഡ് എക്സ്ഹെയിൽഡ് എയർ റിമൈൻസ് ദ സെയിം ഇൻ ഇറ്റ്സ് പെർസെൻറ്റേജ്? വിച്ച് കമ്പോണൻറ്റ് ഇൻ ഇൻഹെയിൽഡ് ആൻഡ് എക്സ്ഹെയിൽഡ് എയർ റിമൈൻസ് ദ സെയിം ഇൻ ഇറ്റ്സ് പെർസെൻറ്റേജ്? നമ്മൾ ശ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും ഒരേ പെർസെൻറ്റേജിൽ, ഒരേ ശതമാനത്തിൽ പോകുന്ന, അതായത് ഒരേ പെർസെൻറ്റേജിൽ നമ്മൾ അകത്തേക്ക് ശ്വസിക്കുകയും അത്ര ശതമാനം തന്നെ പുറത്തേക്ക് നിശ്വസിക്കുകയും ചെയ്യുന്ന കമ്പോണൻറ്റ് ഏതാണ്? നൈട്രജനാണ്. വിച്ച് ഓക്സൈഡ് ക്യാൻ ബി എ റീസൺ ഫോർ ആസിഡ് റെയിൻ? Which oxide can be a reason for acid rain? Acid rain. ആസിഡ് റെയിന് കാരണമായ ഓക്സൈഡ് ഏതാണ്? നമ്മൾ ആസിഡ് മഴ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് കാരണം എന്താണ്? ആസിഡ് മഴ എപ്പോഴും കൂടുതൽ സംഭവിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം കൂടുതൽ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഉണ്ടാകാറുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ഉണ്ടാകുന്നത്. ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ആ ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കെമിക്കൽസ് കാണും. അതിനകത്ത് സൾഫർ ഡൈ ഓക്സൈഡ് കാണും, നൈട്രജൻ ഓക്സൈഡൊക്കെ കാണും. അപ്പോൾ അത് അന്തരീക്ഷത്തിലുള്ള വായുവും വെള്ളവും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് അന്തരീക്ഷത്തിലെ ആസിഡിൻ്റെ അംശം കൂടും. ആസിഡിൻ്റെ അംശം കൂടുമ്പോൾ മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കാതെ ആസിഡ് മഴ ആയിട്ട് പെയ്യുന്നു. ഈ ആസിഡ് വെള്ളത്തിൽ കലർന്നിട്ട് താഴേക്ക് പതിക്കുന്നു. അങ്ങനെ പെയ്യുമ്പോഴാണ് ആസിഡ് റെയിൻ എന്ന് നമ്മൾ പറയുന്നത്. വെൻ വി സ്റ്റാൻഡ് അണ്ടർ ദി ടങ്സ്റ്റൺ ബൾബ് വി ഫീൽ ഹോട്ട്. ദ റീസൺ കുഡ് ബി. നമ്മളൊരു ടങ്സ്റ്റൺ ബൾബിൻ്റെ, ഒരു ഫിലമെൻ്റ് ബൾബിൻ്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ചൂട് അനുഭവപ്പെടും. ഈ ചൂടിന് കാരണം എന്താണ്? റേഡിയേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ pH സ്കെയിൽ കാണിച്ചിരിക്കുന്നു. 0 തുടങ്ങി 14 വരെയുള്ള ആ pH സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ചിലതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? വിച്ച് ഈസ് ലീസ്റ്റ് അസിഡിക്? വിച്ച് ഈസ് ലീസ്റ്റ് അസിഡിക്? ഇതിനകത്ത് ഏറ്റവും കുറവ് അസിഡിക് ആയിട്ടുള്ളത് ഏതാണ്? അവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. 0 തുടങ്ങി 14 വരെയുള്ള pH വാല്യൂ നോക്കുക. അപ്പോൾ 0 തുടങ്ങി വരുമ്പോൾ 0, 1, 2, 3 തുടങ്ങുമ്പോൾ ആസിഡ് 0 എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ടുള്ളതാണ്. അത് പതുക്കെ കുറഞ്ഞ് 7-ലെത്തുമ്പോൾ ന്യൂട്രലാവും. അവിടെ നിന്ന് പിന്നെ വീണ്ടും 7 കഴിഞ്ഞ് 8, 9 ആകുമ്പോൾ അസിഡിറ്റി കുറഞ്ഞ് അത് ആൽക്കലിയായി മാറും. ആസിഡ് മാറി ആൽക്കലി ആയിട്ട് വരുന്നു. അപ്പോൾ 7, 8 എന്ന് പറയുമ്പോൾ പതുക്കെ അതിൻ്റെ ആൽക്കലിയുടെ അംശം കൂടി 14 എത്തുമ്പോൾ മാക്സിമം ആൽക്കലി ആകുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ലീസ്റ്റ് അസിഡിക്? അപ്പോൾ അസിഡിക് ഏറ്റവും കുറവ് എവിടെയായിരിക്കും? 0 ഇങ്ങോട്ട് വരും തോറും കുറഞ്ഞു വരും. മാക്സിമം 0-ലാണ്. 0-ൽ നിന്ന് 1, 2 ഇങ്ങനെ വന്ന് 7-ൻ്റെ അവിടെ എത്തുമ്പോഴായിരിക്കും അത് ന്യൂട്രലാണ്. അപ്പോൾ
ഏറ്റവും ലീസ്റ്റ് അസിഡിക് എന്ന് പറയുന്നത് ഇതിനോടടുത്തായിരിക്കും, 7-നോടടുത്തായിരിക്കും. അപ്പോൾ 7-ൻ്റെ അടുത്ത് വരുന്നത് ഏതാണ് ഇവിടെ തന്നിരിക്കുന്നു വെച്ച് നോക്കുമ്പോൾ വിനെഗറാണ്. അപ്പോൾ ലീസ്റ്റ് അസിഡിക് ആയിട്ടുള്ളത് ഏതാണ്? വിനെഗറാണ്. സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സെൽഷ്യസ് ടെമ്പറേച്ചർ ഈസ് ബേസ്ഡ് ഓൺ dash for the freezing point of water and dash for boiling point of water. Centigrade temperature is based on freezing point എത്രയാണ് വാട്ടറിൻ്റെ? 0 for the freezing point of water and boiling point എത്രയാണ്? 100. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ആണ്. 100 for boiling point of water. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇത്രയും നോട്ടുകൾ എഴുതിയെടുത്ത് നിങ്ങൾ നന്നായി പഠിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.